കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അത സപ്തത്രിംശത്തമോധ്യായഃ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഭഗവാൻ കേശിയെ വധിച്ചു. കേശിവധമാണ് പഠിച്ചത്. അപ്പോൾ ഭഗവാൻ കേശിയെ വധിച്ചപ്പോൾ നാരദ മഹർഷി അവിടെ എത്തുന്നു, ഭഗവാനെ സ്തുതിക്കുന്നു. അതിനുശേഷം കൃഷ്ണൻ നിർവഹിക്കേണ്ട ലീലകളെപ്പറ്റി നാരദ മഹർഷി പറയുന്നു. അതായത് ഉടനെ തന്നെ കംസൻ, പഞ്ചജനൻ, യവനൻ, മുരൻ, നരകാസുരൻ തുടങ്ങിയവരെ കൃഷ്ണൻ വധിക്കും എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഈ ഭാഗത്തിൽ തന്നെ വ്യോമാസുര വധം അത് വർണ്ണിക്കുന്നു. കൃഷ്ണനും ഗോപന്മാരും കൂടി കള്ളനും പോലീസും കളിക്കുമ്പോൾ ഒരു ഗോപന്റെ വേഷത്തിൽ വ്യോമാസുരൻ എത്തുന്നു. അവൻ കള്ളന്മാരുടെ സംഘത്തിൽ ചേർന്ന് ആട്ടിൻ വേഷം ധരിച്ച് ഗോപന്മാരെ അപഹരിച്ചു കൊണ്ടുപോയി ഒരു ഗുഹയിലിട്ട് കല്ലുകൊണ്ട് അടച്ചു വയ്ക്കുന്നു. ഇതറിഞ്ഞ കൃഷ്ണൻ അവനെ പിടിക്കുന്നു. അപ്പോൾ അവൻ അവൻ്റെ ഗോപവേഷമൊക്കെ ഉപേക്ഷിക്കുന്നു, അസുരവേഷം കൈക്കൊള്ളുന്നു. കൃഷ്ണൻ അവനെ കൈകൊണ്ട് ഭൂമിയിൽ അടിച്ചു വീഴ്ത്തി ഞെക്കിക്കൊല്ലുന്നു. എന്നിട്ട് ഗോപന്മാരെ ഗുഹയിൽ നിന്ന് രക്ഷിക്കുന്നു. ഈ ഭാഗമാണ് ഇന്ന് നമുക്ക് നോക്കേണ്ടത്. നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 18. ഉദ്വാഹം വീരകന്യാനാം വീരശുൽക്കാദിലക്ഷണം നൃഗസ്യ മോക്ഷണം ശാപാത് ദ്വാരകായാം ജഗത്പദേ. ഉദ്വാഹം വീരകന്യാനാം വീര്യശുൽക്കാദിലക്ഷണം. വീര്യശുൽക്കാദിലക്ഷണം, വീര്യ ശുൽക്കം മുതലായ ലക്ഷണത്തോടു കൂടിയ വീരകന്യാനാം വീരകന്യകളുടെ ഉദ്വാഹം, വിവാഹവും, ജഗത്പദേ ഹേ ലോകത്തിൻ്റെ രക്ഷകനായിട്ടുള്ളവനെ, ദ്വാരകായാം ദ്വാരകയിൽ, നൃഗസ്യ നൃഗൻ്റെ ശാപാത് ശാപത്തിൽ നിന്നുള്ള മോചനത്തെയും ആർക്ക് അധികം ശൗര്യമുണ്ടോ അവർക്ക് കന്യകയെ കൊടുക്കും എന്ന നിശ്ചയത്തിൽ വിവാഹം നടത്തുന്നതാണ് വീര്യ ശുൽക്കം എന്ന് പറയുന്നത്. ശൗര്യം തന്നെ കന്യകയെ കിട്ടുവാൻ കൊടുക്കേണ്ട വില എന്ന ലക്ഷണത്തിന്മേൽ ചില രാജാക്കന്മാർ അവരുടെ പുത്രിമാരുടെ വിവാഹം പ്രസിദ്ധപ്പെടുത്തും. ഇപ്പോൾ ഒരു കന്യകയെ വിവാഹം ചെയ്യണമെങ്കിൽ എന്തു ചെയ്യും? വീരശുൽക്കം എന്ന് പറഞ്ഞാൽ ആർക്കധികം ശൗര്യമുണ്ടോ, ബലവാനായ ആരുണ്ടോ അവർക്ക് കന്യകയെ കൊടുക്കും. അപ്പം അങ്ങനെ നടത്തുന്നതിനാണ് വീര്യ ശുൽക്കം എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ആ ശൗര്യം തന്നെയാണ് കന്യകയെ കിട്ടാൻ കൊടുക്കേണ്ട വില എന്ന ലക്ഷണം. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. വീരശുൽക്കം മുതലായ ലക്ഷണത്തോടുകൂടിയ വീരകന്യകളുടെ വിവാഹം. അപ്പോൾ രാജാക്കന്മാർ ആ പുത്രിമാരുടെ വിവാഹം അങ്ങനെ പ്രസിദ്ധപ്പെടുത്തും. ആ കന്യകളെ ഭഗവാൻ കല്യാണം കഴിക്കും. ജഗൽപദേ, ബ്രാഹ്മണന്റെ പശുവിനെ അറിയാതെ മറ്റൊരാൾക്ക് ദാനം ചെയ്ത പാപനിമിത്തം ഓന്തായി ഭവിച്ച നൃഗരാജാവിന് ദ്വാരകയിൽ വെച്ച് ശാപം തീർത്ത് മോക്ഷം നൽകും. അപ്പം ഇതൊക്കെ ഇനി വരുന്ന കാര്യങ്ങളാണ്. നാരദന്റെ സ്തുതിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. കേശിവധം കഴിഞ്ഞിട്ട് നാരദന്റെ സ്തുതി പഠിച്ചു. നാരദന്റെ സ്തുതി വീണ്ടും തുടരുകയാണ്. അപ്പം ഭഗവാൻ ഇതുപോലെ കുറേ കന്യാകുമാരിയൊക്കെ വിവാഹം കഴിക്കും.
പിന്നെ ബ്രാഹ്മണന്റെ പശുവിനെ അറിയാതെ അപഹരിച്ച് ഓന്തായി മാറിയ നൃഗന് മോക്ഷം കൊടുക്കും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളാണ് നാരദസ്തുതിയിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ശ്ലോകം 18 ഒന്നുകൂടെ വായിക്കാം. ഉദ്വാഹം വീരകന്യാനാം വീരശുൽക്കാദി ലക്ഷണം നൃഗസ്യ മോക്ഷണം ശാപാത് ദ്വാരകായാം ജഗത്പദേ. ശ്ലോകം 19. സ്യമന്തകസ്യ ച മണേരാദാനം സഹഭാര്യയാ മൃതപുത്രപ്രദാനം ച ബ്രാഹ്മണസ്യ സ്വധാമതഃ. സമന്തകസ്യ മണേഹേ ആദാനം സഹ ഭാര്യയാ, ഭാര്യയാ സഹ, ഭാര്യയോടുകൂടി സമന്തകസ്യ, സമന്തകം എന്നു പേരായ മണേഹെ രത്നത്തിൻ്റെ ആദാനം സ്വീകാര്യവും സ്വധാമത തൻ്റെ സ്ഥാനത്ത് നിന്ന് ബ്രാഹ്മണസ്യ ബ്രാഹ്മണന്റെ മൃതപുത്ര പ്രദാനം മരിച്ച പുത്രനെ കൊടുത്തതും എല്ലാം ഇനി നടക്കേണ്ട കാര്യങ്ങളാണ്. അതുമെല്ലാം നാരദന്റെ സ്തുതിയിലൂടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ സമന്തകത്തിൻ്റെ കഥ എല്ലാം ഇപ്പോൾ പറയുന്നില്ല, ഇനി വരുന്നതാണ്. ഇപ്പോൾ സത്രാജ്യത്തിന് സൂര്യനിൽ നിന്നൊരു സമന്തകമണി കിട്ടുന്നു. ഓരോ ദിവസവും 8 ഭാരം സ്വർണം അത് കൊടുക്കും. അപ്പോൾ അത് പ്രസേനൻ, അതായത് അയാളുടെ സഹോദരൻ അത് ധരിച്ചു കൊണ്ടുപോകുമ്പോൾ അത് അപഹരിക്കപ്പെടുന്നു. അവസാനം ജാമ്പവാന്റെ അടുത്തെത്തുന്നു. അപ്പോൾ അവിടെ വച്ച് ജാമ്പവാനും ഭഗവാനുമായിട്ട്, അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കും, ഭഗവാനുമായിട്ട് യുദ്ധം നടക്കുകയും അവസാനം ഭഗവാൻ ആരാണെന്ന് ജാമ്പവാൻ തിരിച്ചറിഞ്ഞ് ജാമ്പവാൻ പുത്രിയെയും മണിയെയും കൂടെ തിരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഹഭാര്യയോടുകൂടി സമന്തകസ്യ, സമന്തകം എന്നു പേരായ മണേഹ രത്നത്തിൻ്റെ ആദാനം സ്വീകാരവും, അതായത് ജാമ്പവാന്റെ പുത്രിയായ ജാമ്പവതിയെ ഭാര്യയായിട്ട് സ്വീകരിക്കും. സമന്തകം എന്നു പേരായ രത്നത്തെയും ആദാനം ചെയ്യും, കൊടുക്കും. ജാമ്പവാൻ ഭാര്യയെ, തൻ്റെ പുത്രിയെ ഭാര്യയായിട്ട് ഭഗവാന് കൊടുക്കും. അതുപോലെ സമന്തകമണിയെയും തിരിച്ചു കൊടുക്കും. അതായത് ഒരു സിംഹമാണ് അപഹരിച്ചു കൊണ്ടുപോയത്. സിംഹത്തിനെ വധിച്ചിട്ട് ജാമ്പവാൻ ഈ മണി എടുത്തുകൊണ്ട് പോകുന്നു. എന്നിട്ട് ജാമ്പവാൻ ഇതെന്താണെന്ന് അറിഞ്ഞുകൂടല്ല, കുട്ടിക്ക് കളിക്കാൻ കൊടുക്കുന്നു. അങ്ങനെയാണ് കൃഷ്ണൻ അന്വേഷിച്ച് അവിടെ എത്തി. ജാമ്പവാൻ ഇതാരാണെന്ന് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്ത് അവസാനം 28 ദിവസമായിട്ട് യുദ്ധം അവസാനിക്കാത്തപ്പോൾ ജാമ്പവാൻ വിചാരിച്ചു, ഇതാരായിരിക്കും എന്നോട് മൽപ്പിടിക്കാൻ ഇത്രയും ദിവസം യുദ്ധം ചെയ്യാൻ കഴിവുള്ള ആരായിരിക്കും എന്ന് മനസ്സിലാക്കി, ഭഗവാനാണെന്ന് മനസ്സിലാക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കഥയാണ് പറയുന്നത്. അത് നമുക്ക് ഒരു അധ്യായം തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അത് പഠിക്കാം. സമന്തകമെന്ന് പേരായ രത്നത്തെയും ആദാനം ചെയ്യും. അതാണ് സമന്തകസ്യ ച മണേർ ആദാനം സഹഭാര്യയ. ജാമ്പവാൻ തൻ്റെ പുത്രിയായ ജാമ്പവതിയെ കൂടി ഭാര്യയായിട്ട് കൊടുത്തു, സമന്തകമണിയും കൊടുത്തു. പിന്നെ അടുത്തത് വേറെ ഒരു കഥയാണ് പറയുന്നത്. അതായത് സന്താന ഗോപാലം എന്ന കഥ. മൃതപുത്ര പ്രദാനം ച ബ്രാഹ്മണസ്യ സ്വധാമത. ഒരു ബ്രാഹ്മണന് തൻ്റെ പുത്രന്മാരെയൊക്കെ നഷ്ടപ്പെടുന്നു, 10 പുത്രന്മാരെ നഷ്ടപ്പെടുന്നു. അവസാനം ഭഗവാൻ 10 പുത്രന്മാരെ ഒന്നിച്ചു കൊണ്ടുകൊടുക്കുന്നു. അതാണ് സന്താന ഗോപാലം കഥ. അതിപ്പം കഥ ഞാൻ വിവരിക്കുന്നില്ല, നമുക്കിത് പഠിക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കാം. അങ്ങനെ ബ്രാഹ്മണൻ്റെ മരിച്ചുപോയ പുത്രന്മാരെ വീണ്ടെടുത്ത് ഭഗവാൻ കൊടുക്കും എന്നെല്ലാം നാരദൻ സ്തുതിയിലൂടെ പറയുന്നതാണ്. സമന്തകസ്യ ച മണേരാദാനം സഹഭാര്യയാ മൃതപുത്ര പ്രദാനം ച ബ്രാഹ്മണസ്യ സ്വധാമതാം. ശ്ലോകം 20. പൗണ്ഡ്രകസ്യ വദം പശ്ചാത് കാശീപുര്യാശ്ച ദീപനം ദന്തവക്ത്രസ്യ നിധനം ചൈദ്യസ്യ ച മഹാകൃതോ. അടുത്ത വേറെ ഒരു സംഭവം പറയാണ്. പൗണ്ഡ്രക വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അയാൾ ഞാൻ തന്നെയാണ് വാസുദേവൻ എന്ന് പറഞ്ഞ് സ്വയം അഹങ്കരിച്ചിട്ട് വാസുദേവനെ യുദ്ധത്തിനെ വെല്ലുവിളിക്കുകയാണ്. ആ കഥയെല്ലാം വ്യക്തമായിട്ട് നമ്മളൊരു അധ്യായത്തിൽ പഠിക്കും. അപ്പം അങ്ങനെ ഭഗവാൻ അവിടെ ചെന്ന് ഈ പൗണ്ഡ്രകനെ വധിക്കുന്നു. അതാണ് പൗണ്ഡ്രകസ്യ വധം, പൗണ്ഡ്രകന്റെ വധം. പശ്ചാത്, അതിനുശേഷം കാശീപുര്യാശ്ച ദീപനം, കാശീപുരിയുടെ ദീപനം, ദാഹം ദഹിപ്പിക്കുന്ന, കാശീപുരിയെ ദഹിപ്പിക്കുന്നത്. പൗണ്ഡ്രകന്റെ കൂട്ടുകാരനാണ് കാശി രാജാവ്. അപ്പോൾ കാശി രാജാവ് ഭഗവാനോട് യുദ്ധം ചെയ്യാൻ വരും. അപ്പോൾ ഭഗവാൻ കാശി രാജാവിനെയും കൊന്നിട്ട് കാശീപുരിയെയും ദഹിപ്പിക്കുന്നു. ആ കഥ ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ടതാണ്. മഹാകൃതോ, മഹായാഗത്തിൽ ദന്തവക്ത്രന്റെയും ചൈദ്യസ്യ ശിശുപാലന്റെയും നിധനം വധം.
അതുപോലെ ശിശുപാലനെയും ദന്തഭക്തനെയും ഭഗവാൻ വധിക്കും. അതുമെല്ലാം നാരദൻ സൂചിപ്പിക്കുകയാണ്. പൗണ്ഡ്രകസ്യ വധം പശ്ചാത് കാശീപുര്യാശ്ച ദീവനം ദന്ത്രഭക്തസ്യ നിധനം ചൈദ്യസ്യ ച മഹാക്രതവും ക്രതവും. ശ്ലോകം 21. യാനി ചാന്യാനി വീര്യാണി ദ്വാരകാമാവസൻ ഭവാൻ കർത്താ ദ്രക്ഷ്യാമ്യഹം താനി ഗേയാനി കവിർഭിർഭുവി. യാനി ച അന്യാനി വീര്യാണി ദ്വാരകാം ആവസൻ. ദ്വാരകാം ആവസൻ, ദ്വാരകയിൽ വസിക്കുന്ന ഭവാൻ അങ്ങ് കവിഭിഹി കവികളാൽ ഗേയമാനി ഗാനം ചെയ്യപ്പെടാൻ യോഗ്യങ്ങളായും അന്യാനി മറ്റ് അന്യങ്ങളായ ഇരിക്കുന്ന യാനി വീര്യാണി യാതൊരു വീര്യങ്ങളെ. അപ്പോൾ ഇതുമല്ലാതെ ഭഗവാൻ നിർവഹിക്കുന്ന മറ്റ് വീര്യകർമ്മങ്ങളെ ഭൂമിയിൽ കർത്താ ചെയ്യും. ഇനി അനേകം കർമ്മങ്ങൾ ഭഗവാന് ചെയ്യാനുണ്ട്. ഭഗവാൻ എന്തിനാണ് ജനിച്ചത്? പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. ദുർജനങ്ങളെ സംഹരിച്ചിട്ട് സജ്ജനങ്ങളെ സംരക്ഷിക്കാൻ, ധർമ്മത്തെ സംസ്ഥാപിക്കാൻ, ധർമ്മസംസ്ഥാപനായ ധർമ്മത്തെ സംരക്ഷിക്കാൻ. അതിനാണ് ഭഗവാൻ യുഗേ യുഗേ ജന്മമെടുക്കുന്നത്, യുഗങ്ങൾ തോറും ജന്മമെടുക്കുന്നത്. അപ്പോൾ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ ജന്മമെടുക്കുന്നു. അപ്പം അങ്ങനെ ധാരാളം കർമ്മങ്ങൾ അങ്ങേക്ക് ചെയ്യാനുണ്ട്. യാനി ചാന്യാനി വീര്യാണി ദ്വാരകാമാവസൻ ഭവാൻ കർത്താ ദ്രക്ഷ്യാമ്യഹം താനി ഗേയാനി കവിർഭിർഭുവി. ശ്ലോകം 22. അഥ തേ കാലരൂപസ്യ ക്ഷപയിഷ്ണോരമുഷ്യവൈ അക്ഷൗഹിണീനാം നിധനം ദ്രക്ഷ്യാമ്യ അർജുന സാരഥേഃ. അഥ തേ കാലരൂപസ്യ ക്ഷപ ഇഷ്ണോഃ അമുഷ്യവൈ അക്ഷൗഹിണീനാം നിധനം ദ്രക്ഷ്യാമി അർജുന സാരഥേഃ. പിന്നെ എന്തു ചെയ്യും? പിന്നെ മഹാഭാരത യുദ്ധത്തിൻ്റെ കാര്യമൊക്കെ പറയുകയാണ്. അഥത്തെ കാലരൂപസ്യ ക്ഷപ ഇഷ്ണോഹോ അമുഷ്യ. അഥ അനന്തരം അമുഷ്യ ഇതിൻ്റെ ക്ഷപ ഇഷ്ണോഹോ നാശത്തിൽ ഇച്ഛയോടുകൂടി, അതായത് ഭൂഭാരത്തെ നിശേഷം ഇല്ലാതാക്കാൻ വേണ്ടി കാലരൂപസ്യ ഭഗവാൻ എങ്ങനെയാണ് കാലരൂപനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. കാലരൂപനായും പിന്നെ മഹാഭാരത യുദ്ധത്തിലോ അർജുന സാരഥേഹേ അർജുനന്റെ സാരഥീയമായിരിക്കുന്ന തേ അങ്ങയുടെ അക്ഷൗഹിണീനാം സൈന്യങ്ങളുടെ നിധനം വധത്തെ ദ്രക്ഷ്യാമി ഞാൻ കാണും വൈ നിശ്ചയം. അപ്പോൾ ഇനി ഉടനെ തന്നെ മഹാഭാരത യുദ്ധം തുടങ്ങും. അപ്പോൾ ദുഷ്ടരായ ദുര്യോധനാദികളെ കൗരവരെ നശിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ അർജുനന്റെ സാരഥിയായിട്ട് ഇരിക്കും എന്നുള്ളതും എല്ലാം നാരദൻ പറയുകയാണ്. അഥതേ കാലരൂപസ്യ ക്ഷപയിഷ്ണോരമുഷ്യവൈ അക്ഷൗഹിണീനാം നിധനം ദ്രക്ഷ്യാം അർജുന സാരഥേഃ. ശ്ലോകം 23. വിശുദ്ധ വിജ്ഞാന ഘനം സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥ അമോഘവാഞ്ചിതം സ്വതേജസാ നിത്യനിവൃത്തമായ ഗുണപ്രവാഹം ഭഗവന്തം ഈ മഹീ. വിശുദ്ധ വിജ്ഞാന ഘനം സ്വസംസ്ഥയാ. വിശുദ്ധ വിജ്ഞാന ഘനം കേവല ജ്ഞാനമൂർത്തിയായും സ്വസംസ്ഥയാ തന്നിൽ തന്നെ ഇരുന്നു കൊണ്ട് സമാപ്ത സർവാർത്ഥം അമോഘ വാഞ്ചിതം പ്രാപ്തങ്ങളായ സർവ അർത്ഥങ്ങളോടുകൂടിയവനും അമോഘ വാഞ്ചിതം സഫലമായ ആഗ്രഹത്തോടു കൂടിയവനും സ്വതേജസ സ്വശക്തിയാൽ നിത്യ നിവൃത്തമായ ഗുണപ്രവാഹം എപ്പോഴും നിവർത്തിച്ചിരിക്കുന്ന മായ ഗുണപ്രവാഹത്തോടു കൂടിയവനുമായി ഭഗവന്തം ഭഗവാനെ ഈ മഹി ഭഗവന്തം ഈ മഹി. ഈ മഹി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. അപ്പോൾ ഭഗവാനെ
നമസ്കരിച്ച് അവസാനം 2 ശ്ലോകം കൊണ്ട് ആ നാരദസ്തുതി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഭക്തന്മാരായ ഞങ്ങൾ പരമ ഐശ്വര്യപൂർണനായ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. അങ്ങല്ലാതെ ശരണാഗതനായി ഞങ്ങൾക്ക് മറ്റാരും തന്നെ ഇല്ല. എന്തുകൊണ്ടാണ്? ജീവന്മാരുടെ അജ്ഞാനമോഹങ്ങളെയെല്ലാം അവരുടെ സർവ്വദുഃഖങ്ങളെയെല്ലാം തീർത്ത് അനുഗ്രഹിക്കാൻ സമർത്ഥനായിട്ട് അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങ് വിശുദ്ധ വിജ്ഞാനം തന്നെയാണ്, വിജ്ഞാനത്തിൻ്റെ സ്വരൂപം തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്തുതിക്കുകയാണ്. സ്തുതി അവസാനിപ്പിക്കാൻ പോവുകയാണ്. വിശുദ്ധ വിജ്ഞാന ഘനം സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥമമോഘവാഞ്ചിതം സ്വതേജസ നിത്യനിവൃത്തമായ ഗുണപ്രവാഹം ഭഗവന്തമീമഹി. ശ്ലോകം 24. ത്വാമീശ്വരം സ്വാശ്രയമാത്മമായയാ വിനിർമ്മിതാശേഷ വിശേഷകൽപ്പനം ക്രീഡാർത്ഥം അധ്യാത്ത മനുഷ്യവിഗ്രഹം നതോസ്മി തുര്യം യദുവൃഷ്ണി സാത്വതാം. ത്വാം ഈശ്വരം സ്വ ആശ്രയം ആത്മമായയാ വിനിർമ്മിത അശേഷ വിശേഷ കൽപ്പനം ക്രീഡാർത്ഥം അദ്യ ആത്തമനുഷ്യവിഗ്രഹം നതഃ അസ്മി തുര്യം യദുവൃഷ്ണി സാത്വതാം. നാരദന്റെ സ്തുതി അവസാനിപ്പിക്കുകയാണ്. ത്വാം ഈശ്വരം, അങ്ങ് ആരാണ്? ത്വാം ഈശ്വരം, എല്ലാറ്റിൻ്റെയും ഈശ്വരൻ, നാഥനും. സ്വ ആശ്രയം, അന്യമായ ആശ്രയമില്ലാത്തവൻ. നമ്മളെല്ലാം ഭഗവാനെ ആശ്രയിക്കും. ഭഗവാൻ ആശ്രയം ആരാണ്? ആരുമില്ല. ഭഗവാൻ തന്നെയാണ് എല്ലാവർക്കും ആധാരമായിരിക്കുന്നത്. ഭഗവാന് വേറെ ഒരു ആശ്രയമില്ല. അപ്പം അന്യമായ ആശ്രയമില്ലാത്തവനും ആത്മമായയാൽ, തനിക്ക് അധീനമായ മായയാൽ, ഭഗവാൻ എല്ലാം ചെയ്യുന്നത് മായയെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. ഭഗവാൻ ഒന്നും ചെയ്യുകയില്ല, സാക്ഷിയായിട്ടിരിക്കുകയുള്ളൂ. വിനിർമ്മിത അശേഷ വിശേഷ കൽപ്പനം, വിശേഷേണ നിർമ്മിക്കപ്പെട്ട സമസ്ത ഭേദങ്ങളോട് കൂടിയവനും. അദ്യ, ഇപ്പോൾ, ക്രീഡാർത്ഥം, അനുഗ്രഹം എന്ന ലീലയെ നടത്താൻ വേണ്ടി, ഭഗവാൻ അനുഗ്രഹം എന്ന ലീലയെ നടത്താൻ വേണ്ടി ആത്തമനുഷ്യ വിഗ്രഹം, ആ മനുഷ്യ വിഗ്രഹത്തെ സ്വീകരിച്ചു. മനുഷ്യ വിഗ്രഹത്തോട്, മനുഷ്യദേഹത്തോടു കൂടി ഇപ്പോൾ അവതരിച്ചിരിക്കുകയാണ്. യദുവൃഷ്ണി സാത്വതാം, യദുക്കൾ വൃഷ്ണികൾ എന്ന ഭക്തന്മാരുടെ തുര്യം, ശ്രേഷ്ഠനുമായ ത്വാം, അങ്ങയെ നതഃ അസ്മി, ഞങ്ങളിതാ നമസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞ് നാരദൻ്റെ സ്തുതി അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാത്തിനും ആശ്രയമായിട്ടിരിക്കുന്ന ഭഗവാന് വേറെ ഒരു ആശ്രയമില്ല. മായ കൊണ്ട് എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ട്, ദേവമനുഷ്യ മൃഗാദികളെ എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ സ്ഥാപിക്കാൻ വേണ്ടി, ലീല നിർവഹിക്കാൻ വേണ്ടി, എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി വൃഷ്ണികളുടെ നാഥനായിട്ട്, യദുക്കളുടെയും വൃഷ്ണികളുടെയും നാഥനായി ഇപ്പോൾ ഭവിച്ചിരിക്കുകയാണ്. അങ്ങനെയുള്ള അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. ത്വാമീശ്വരം സ്വാശ്രയം ആത്മമായയാ വിനിർമ്മിതാശേഷ വിശേഷ കൽപ്പനം ക്രീഡാർത്ഥം അധ്യാത്ത മനുഷ്യ വിഗ്രഹം നതോസ്മി തുര്യം യദുവൃഷ്ണി സാത്വതാം. എന്നിട്ട് ശ്രീശുകൻ പറയുകയാണ്. ശ്രീശുകവാച, ശ്ലോകം 25. ഏവം യദുപതിം കൃഷ്ണം ഭാഗവത പ്രവരോ മുനി പ്രണിപത്യ അഭ്യനുജ്ഞാതോ യയോ തദ്ദർശനോത്സവ. ഞാൻ പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് പറയാത്തത്, പദച്ഛേദം പറയാത്തത് ഇതിലൊന്നും വലുതായിട്ടില്ല. പദച്ഛേദം വരുന്നത് വാക്കുകൾ ഞാൻ പറഞ്ഞോളാം. ഏവം, ഇപ്രകാരം, യദുപതിയും കൃഷ്ണം ഭാഗവത പ്രവരഹ, ഭാഗവത പ്രവരഹ, ഭക്തന്മാരിൽ വച്ച് ശ്രേഷ്ഠനായിരിക്കുന്ന മുനിഹി, മഹർഷി, യദുപതി, യദുക്കളുടെ രക്ഷിതാവായിരിക്കുന്ന കൃഷ്ണം, കൃഷ്ണനെ പ്രണിപത്യ, നമസ്കരിച്ചിട്ട്, തദ്ദർശനോത്സവ, അവൻ്റെ ദർശന നിമിത്തം, ഉത്സവത്തോടു കൂടിയവനായി, ദർശന നിമിത്തം പരമ സന്തോഷത്തോടു കൂടിയവനായി, അഭ്യനുജ്ഞയ, ആഭിമുഖ്യേന അനുജ്ഞ നൽകപ്പെട്ടവനായിട്ട്, ഭഗവാനിൽ നിന്ന് അനുവാദം വാങ്ങിയവനായിട്ട്, യയോ, അവിടെ നിന്ന്
പോയി. അപ്പോൾ ഭഗവാനിൽ നിന്ന് പോകാനുള്ള ആ അനുജ്ഞയൊക്കെ വാങ്ങി ഭഗവാന്റെ ദർശന നിമിത്തമുള്ള ആനന്ദം അനുഭവിച്ചുകൊണ്ട് നാരദ മഹർഷി അവിടെ നിന്ന് പോവുകയും ചെയ്തു. ശ്രീശുകവാച ഏവം യദുപതിം കൃഷ്ണം ഭാഗവത പ്രവരോ മുനി പ്രണിപത്യഭ്യനുജ്ഞാതോ യയോം തദ്ദർശനോത്സവഃ. ശ്ലോകം 26. ഭഗവാനവി ഗോവിന്ദോ ഹത്വാ കേശിനമാഹവേ പശൂൻ അപാലയത് പാലൈ പ്രീതൈർ വ്രജസുഖാവഹഃ. ഭഗവാൻ അപി ഗോവിന്ദഃ ഹത്വാ കേശിനം ആഹവേ പശൂൻ അപാലയത് പാലൈഹി പ്രീതൈഹി വ്രജസുഖാവഹഃ. ഗോവിന്ദഃ, ഗോവിന്ദൻ, ഗോക്കളുടെ ഇന്ദ്രൻ. ഗോവിന്ദൻ എന്നുള്ളതിന് കുറേ അർത്ഥം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഗോക്കളുടെ ഇന്ദ്രനായിരിക്കുന്ന ഭഗവാനവേ, ഭഗവാനും ആഹവേ യുദ്ധത്തിൽ കേശിനം, കേശിയെ ഹത്വാ കൊന്നിട്ട് വ്രജസുഖാവഹ വ്രജത്തിൽ സുഖത്തെ ഉണ്ടാക്കുന്നവനായി പ്രീതൈഹി സന്തുഷ്ടനായിരിക്കുന്ന പാലൈഹി ഗോപന്മാരോടുകൂടി പശുക്കളെ അപാലയ പാലിച്ചു. അപ്പോൾ ഭഗവാൻ ആ കേശി കുതിരയുടെ രൂപത്തിൽ വന്ന കേശിയെ കൊന്നതിന് ശേഷം ഗോപന്മാർക്കെല്ലാം ഭയങ്കര സന്തോഷമായി. ഗോക്കളെയും പരിപാലിച്ചുകൊണ്ട് ഭഗവാൻ പ്രജവാസികൾക്കെല്ലാം അതിസുഖത്തെ ഉണ്ടാക്കി കൊടുത്തു. അപ്പം അങ്ങനെ കേശിയെ വധിച്ചതുകൊണ്ടാണ് ഭഗവാന് കേശവൻ എന്ന് പേര് കിട്ടിയത്. അല്ലാതെ അതിന് കുറേ കാര്യങ്ങളുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം കേശവൻ എന്ന് കിട്ടാൻ കേശിയെ വധിച്ചതുകൊണ്ട് ഭഗവാൻ കേശവൻ എന്നറിയപ്പെടുന്നു. ശ്ലോകം 27. ഏകദാ തേ പശൂൻ പാല ചാരയന്തോദ്രിസാനുഷു ചക്രുർനിലായന ക്രീഡാ ചോരപാല അപദേശതഃ. ഇനി അടുത്തത് വ്യോമാസുരൻ. ഭഗവാനെ വധിക്കാനായി വ്യോമാസുരൻ വരികയാണ്. ഏകദാ തേ പശൂൻ പാല ചാരയന്തഃ അദ്രിസാനുഷു. ഏകദ മുമ്പൊരിക്കൽ, അതായത് ഇത് നടന്നത് നേരത്തെയാണ്, നാരദ സന്ദർശനത്തിന് മുമ്പാണ്, കേശിവധത്തിന് മുമ്പാണ് ഈ വ്യോമാസുരവധം നടന്നത്. അതിപ്പോഴാണ് പറയുന്നത്. അതാണ് മുമ്പൊരിക്കൽ, അതായത് നാരദൻ വരുന്നതിന് മുമ്പ് തേ പാല ആ ഗോപന്മാർ അദ്രിസാനിഷു പർവ്വതത്തിൻ്റെ ആ താഴ്വരകളിൽ പശുക്കളെ ചാരയന്തഃ മേയ്ക്കുന്നവരായിട്ട് ചോരപാല അപദേശക കള്ളന്മാരെ പിടിക്കുന്ന എന്നുള്ള വ്യാജേന നിലായന ക്രീഡ ഒളിച്ചിരിക്കുന്ന കളികളെ ചക്രു, അതായത് കള്ളനും പോലീസും കളിച്ചു. അപ്പോൾ കള്ളന്മാരായി ഒരു കൂട്ടർ പോലീസായിരിക്കും, കള്ളന്മാരെ അപഹരിച്ച് കൊണ്ടുപോകുന്നവരെ ചെന്നു കണ്ടുപിടിക്കും, അങ്ങനെയുള്ള കളി. അപ്പോൾ അതാണ് കള്ളന്മാരെ പിടിക്കുക എന്നുള്ള വ്യാജത്തോടുകൂടി നിലായന ക്രീഡ, ഒളിച്ച് ഇരിക്കുന്ന കളി. അതാണ് അടുത്ത് കളിക്കുന്നത്. ഒളിച്ചു കളി എന്ന് പറയുന്നതിന് ഒളിച്ചു കളി. അപ്പോൾ രാമനും കൃഷ്ണനും ആയിരിക്കുന്ന ഗോപന്മാർ ഗോവർദ്ധനത്തിൻ്റെ സമീപത്തുള്ള താഴ്വരയിൽ പശുക്കളെ മേയിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ കള്ളന്മാരെ പിടിച്ച് ശിക്ഷിക്കുക എന്ന സമ്പ്രദായത്തിലുള്ള ഒളിച്ചു കളി തുടങ്ങി. ഏകദാ തേ പശൂൻ പാല ചാരയന്തോദ്രിസാനുഷു ചക്രുർനിലായന ക്രീഡ ചോരപാല അപദേശതഃ. ശ്ലോകം 28. തത്രാസൻ കതിചിത് ചോര പാലാശ്ച കതിചിത് നൃപ മേഷായുധാശ്ച തത്രൈകേ വിജഹ്രുർ അകുതോഭയാഃ. തത്ര ആസൻ കതിചിത് ചോരാഃ പാലാഃ ച കതിചിത് നൃപ മേഷായുധാഃ ച തത്ര ഏകേ വിജഹ്രുഃ അകുതോഭയാഃ. തത്ര അതിൽ കതിചിത് ചിലർ ചോരാഹ കള്ളന്മാർ നൃപ ഹേ രാജാവേ കതിചിത് ചിലർ കള്ളന്മാരായി, ഗോപന്മാരിൽ ചിലർ കള്ളന്മാർ, കതിചിത് മറ്റു ചിലരോ പാല രക്ഷാധികാർ പോലീസ്, കള്ളന്മാരെ പിടിക്കുന്ന പോലീസ്, ഏകെ വേറെ ചിലരോ മേഷായുധ ആടുകളായിട്ട്. ഇപ്പോൾ കള്ളന്മാർ ആടുകളെ മോഷ്ടിച്ചു കൊണ്ടുപോകും,
ആസൻ ഭവിച്ചു. അകുതോ ഭയ, ഒട്ടും ഭയമില്ലാത്തവരായി വിജഹ്റു, അവരത് കളിച്ചു. അപ്പോൾ രാജ്യത്തിൽ നടക്കുന്ന ഈ കള്ളത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചിരിക്കുന്ന രീതിയെ അവർ അഭിനയിച്ച് കാണിക്കുകയാണ്. സംഘത്തിൽ ചിലർ കള്ളന്മാരായി നടിക്കും. രാമനും കൃഷ്ണനുമൊക്കെ പോലീസ് ശിക്ഷാധികാരികളായിട്ട് ഭവിക്കും. ചിലർ കട്ടുകൊണ്ടുപോകത്തക്ക ആട് മുതലായ പ്രാണികളുടെ വേഷം. അപ്പോൾ കള്ളന്മാർ ഇവിടെ എന്താണ് കട്ടുകൊണ്ടുപോകുന്നത്? ആടുകളെയാണ് കട്ടുകൊണ്ടുപോകുന്നത്. അപ്പോൾ കുറച്ച് ഗോപന്മാർ ആടുകളാവും, കുറച്ച് പേർ കള്ളന്മാരാവും. പിന്നെ രാമനും കൃഷ്ണനും ഒക്കെ ആരാണ്? പോലീസിൻ്റെ രൂപത്തിൽ, അതായത് ശിക്ഷിക്കുന്ന ആൾക്കാരാവും. ഇങ്ങനെ അവർ അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. തത്രാസൻ കതിജി ചോര പാലാശ്ച കതിജി നൃപ മേഷായുധാശ്ച തത്രൈകേ വിജഹ്രുർ അകുതോ ഭയാഹ. ശ്ലോകം 29. മയപുത്രോ മഹാമായോ വ്യോമോ ഗോപാല വേഷദൃക് മേഷായുധാൻ അപോവാഹ പ്രായശ്ചോരായുധോ ബഹൂൻ. യമപുത്രഃ മഹാമായഃ വ്യോമഃ ഗോപാലവേഷദൃക് മേഷായുധാൻ അപോവാഹ പ്രായഃ ചോരായുധഃ ബഹൂൻ. മഹാമായഃ മയപുത്രഃ വ്യോമഃ. മഹാമായയോടുകൂടിയ വ്യോമഃ, വ്യോമനെന്ന് പ്രസിദ്ധനായ മയപുത്രൻ, മയൻ്റെ പുത്രൻ, അസുരനാണ്. മയൻ്റെ പുത്രനായ വ്യോമാസുരൻ ഗോപാലവേഷദൃക്, അപ്പോൾ കൃഷ്ണനെ കൊല്ലുവാൻ വേണ്ടി ഗോപൻ്റെ വേഷം ധരിച്ച് ചോരായുധ, കള്ളനെ പോലെ ആചരിക്കുന്നവനായിട്ട്. അപ്പോൾ അവൻ കള്ളനാണ്. മേഷായുധൻ, ആടിനെ പോലെ ആചരിക്കുന്ന ബഹൂൻ, അനേകം പേരെ പ്രായഃ ക്രമേണ അപോവാഹ അപഹരിച്ചു കൊണ്ടുപോയി. അപ്പോൾ ഇവൻ ഒരു ഗോപൻ്റെ വേഷത്തിൽ വന്നിട്ട് എന്ത് ചെയ്തു? അപ്പോൾ കുറേ പേര് ആടാവൂ എന്ന് പറഞ്ഞില്ല. അപ്പോൾ ആടിനെ ഓരോരുത്തരായിട്ട് അപഹരിച്ചു കൊണ്ടുപോകുന്ന കളിയാണ്. അപ്പോൾ അങ്ങനെ ഇവൻ ഗോപൻ്റെ വേഷം ധരിച്ച്, ആടിൻ്റെ വേഷം ധരിച്ചിരിക്കുന്ന ഓരോ ഗോപന്മാരെയും അപഹരിച്ച് കൊണ്ടുപോയി. കള്ളന്മാരുടെ സംഘത്തിലാണ് ഗോപവേഷം ധരിച്ച് വന്ന് ആട്ടിൻ വേഷം ധരിച്ച ഗോപന്മാരിൽ കുറേ പേരെ ഇവൻ അപഹരിച്ചു കൊണ്ടുപോവുകയാണ്. മയപുത്രോ മഹാമായോ വ്യോമോ ഗോപാല വേഷദൃക് മേഷായുധാൻ അപോവാഹ പ്രായച്ചോരായുധോ ബഹൂൻ. ശ്ലോകം 30. ഗിരിധര്യാം വിനിക്ഷിപ്യ നീതം നീതം മഹാസുരഃ ശിലയാ പിതഥേ ദ്വാരം ചതു പഞ്ചാവശേഷിതാഃ. ഗിരിധര്യാം വിനിക്ഷിപ്യ നീതം നീതം മഹാസുരഃ. നീതം നീതം, അവൻ കൊണ്ടുപോയ നയിക്കപ്പെട്ട ഓരോരുത്തനെയും അവൻ എന്തു ചെയ്തു? ഗിരിധര്യാം, പർവ്വതത്തിൻ്റെ ഗുഹയിൽ, പർവ്വതത്തിൻ്റെ ഒരു ഗുഹയിൽ കൊണ്ടുപോയി വിനിക്ഷിപ്യ, നിക്ഷേപിച്ചു. ഒരു ഗുഹയിൽ കൊണ്ട് ഇട്ടിട്ട് എന്ത് ചെയ്തു? മഹാസുരക, മഹാക്രൂരനായ അസുരൻ ശിലയ, കല്ലുകൊണ്ട് ദ്വാരം, അതിൻ്റെ ഗുഹയുടെ ദ്വാരത്തെ പിതഥയെ അടച്ചു. അപ്പോൾ ഓരോരുത്തരായിട്ട് പിടിച്ചുകൊണ്ടുപോയി ഗുഹയ്ക്കകത്താക്കി. അപ്പോൾ അവർ വിചാരിക്കും എന്താണ്, നമ്മെ ഒളിപ്പിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കും. എന്നിട്ട് ആ ഗുഹയുടെ ദ്വാരത്തെ കല്ലുകൊണ്ട് അങ്ങ് അടച്ചു. പിന്നെ അവിടെ ചതു പഞ്ചഹ, 4 or 5 പേർ മാത്രമേ അവശേഷിച്ചവരായി ഭവിച്ചുള്ളൂ. ബാക്കി എല്ലാ ഗോപന്മാരെയും ഇവൻ എന്ത് ചെയ്തു? ഇവൻ കള്ളൻ എന്നുള്ള വേഷത്തിൽ ഈ ഓരോ ആടുകളെയും പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അവരങ്ങ് നിന്നു കൊടുക്കും. അങ്ങനെ ഓരോരുത്തരെയായിട്ട് ആ ഗുഹയിൽ കൊണ്ടുപോയി അടച്ചിട്ട് കല്ലുകൊണ്ട് ഗുഹയെ അങ്ങ് അടയ്ക്കും. പിന്നെ 4-5 പേര് മാത്രമേ പോകാനുള്ളൂ. ഓരോരുത്തരായിട്ട് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഗിരിധര്യാം വിനിക്ഷിപ്യ നീതം നീതം മഹാസുരഃ ശിലയാ പിതഥേ ദ്വാരം ചതു പഞ്ചാവശേഷിതഃ. ശ്ലോകം 31. ത്രസ്യ തത്കർമ്മ വിജ്ഞായ കൃഷ്ണശരണത സദാം ഗോപാൻ നയന്തം ജഗ്രാഹ മൃഗം ഹരിർ ഇവൗജസാം. തസ്യ തത്കർമ്മ വിജ്ഞായ കൃഷ്ണഃ ശരണതഃ സദാം ശരണതഃ, സദാം സത്തുക്കൾക്ക്, സജ്ജനങ്ങൾക്ക് ശരണതഃ, ശരണാഗതനായ രക്ഷയെ നൽകുന്ന കൃഷ്ണൻ, തസ്യ അവൻ്റെ
തത്കർമ്മ, ആ കർമ്മത്തെ വിജ്ഞായ അറിഞ്ഞു. ഭഗവാൻ സർവജ്ഞനാണല്ലോ, എല്ലാം അറിയുന്നവനാണല്ലോ. ആദ്യം കുറേ അങ്ങ് ഭഗവാൻ വിട്ടുകൊടുക്കും. നമ്മളും അതുപോലെ തന്നെ ഓരോ കാര്യം ചെയ്യുമ്പോൾ ഭഗവാൻ പറയും അവൻ പോട്ടെ, എത്ര വരെ പോകുമെന്ന് നോക്കട്ടെ. നമ്മൾ അഹങ്കാരം കൊണ്ട് മതിക്കുമ്പോൾ ഭഗവാൻ ഇതുപോലെ തന്നെ നമ്മളെ ആദ്യമൊക്കെ അങ്ങ് ഉയർത്തിവിടും. 2-4 ദിനംകൊണ്ടൊരുത്തനെ തണ്ടിലേറ്റുന്നതും ഭഗവാൻ തന്നെയാണ്. ഭഗവാൻ ഉയർത്തി അങ്ങ് വിടും. അവൻ്റെ അഹങ്കാരം ഏതുവരെ പോകുമെന്ന് നോക്കട്ടെ. പിന്നെ എന്തു ചെയ്യും? മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റി ഇതാ താഴെ അവിടുന്ന് താഴോട്ടങ്ങിടും. അതും ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം ഭഗവാൻ നോക്കി ഇവ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ ഇവൻ ഇങ്ങനെ എല്ലാം അടച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് കൊണ്ടുപോയി. പിന്നെ 5-6 പേര് ശേഷിച്ചപ്പോൾ ഭഗവാൻ എന്തു ചെയ്തു? ഭക്തന്മാരെ, ഗോപന്മാരെ രക്ഷിക്കാനൊരുക്കിയ ഭഗവാൻ ഗോപന്മാരെ കൊണ്ടുപോയി ഗുഹയിലിട്ട് അടയ്ക്കുന്ന അവൻ്റെ പ്രവൃത്തി അറിഞ്ഞ് ഉടനെ തന്നെ എന്ത് ചെയ്തു? ഗോപന്മാരെ നയന്തം കൊണ്ടുപോകുന്ന അവനെ ഹരിഹി, ഇവിടെ ഹരി എന്ന് പറഞ്ഞാൽ സിംഹം എന്നാണ് അർത്ഥം. സിംഹം മൃഗം ഇവ, ചെന്നായ എന്ന പോലെ, ഒരു ചെന്നായെ സിംഹം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നത് പോലെ ഭഗവാൻ എന്തു ചെയ്തു? ഇവനെ ഓജസ ബലത്തോടുകൂടി ജഗ്രാഹ പിടിച്ചു. സിംഹം ചെന്നായെ ചെന്ന് എങ്ങനെ പിടിക്കുമോ അതുപോലെ ഭഗവാൻ ചെന്ന് ഈ വ്യോമാസുരനെ പിടിച്ചു. തസ്യ തത്കർമ്മ വിജ്ഞായ കൃഷ്ണശരണത സദാം ഗോപാൻ നയന്തം ജഗ്രാഹ മൃഗം ഹരിർ ഇവൗജസ. ശ്ലോകം 32. സ നിജം രൂപമാസ്തായ ഗിരീന്ദ്ര സദൃശം ബലി ഇച്ഛൻ വിമോക്തും ആത്മാനം ന അശക്നോത് ഗ്രഹണാതുരഹ. സഹ നിജം രൂപമാസ്തായ ഗിരീന്ദ്ര സദൃശം ബലവാനായ സഹ അവൻ വ്യോമാസുരൻ ഗിരീന്ദ്ര സദൃശം പർവ്വത തുല്യമായിരിക്കുന്ന നിജരൂപം തൻ്റെ സ്വരൂപത്തെ ആസ്ഥായ ധരിച്ചു. കൃഷ്ണൻ വ്യോമാസുരനെ ചെന്ന് പിടിച്ചതും ഗോപന്റെ വേഷം ധരിച്ച് അവൻ എന്ത് ചെയ്തു? പെട്ടെന്ന് തൻ്റെ ആ വേഷത്തെ ഉപേക്ഷിച്ചു. ആത്മാനം തന്നെ വിമോചിപ്പിക്കാനായിക്കൊണ്ട് ഇച്ഛിക്കുന്നവനായി ഗ്രഹണാതുരഹ പിടുത്തത്താൽ ദുഃഖിതനായി നാശക്നോ ശക്തനായില്ല. അവൻ തൻ്റെ ആ വലിയ അസുരൻ്റെ രൂപമെടുത്തു. പക്ഷേ ഭഗവാൻ പിടിച്ചപ്പോൾ ഗോപവേഷത്തെ ഉപേക്ഷിച്ച് പർവ്വത തുല്യമായി ശരീരം ധരിച്ചെങ്കിലും കൃഷ്ണന്റെ പിടുത്തത്തിൽ നിന്ന് അവന് കുതറിപ്പോകാൻ വ്യോമാസുരന് കഴിഞ്ഞില്ല. സ നിജം രൂപമാസ്തായ ഗിരീന്ദ്ര സദൃശം ബലി ഇച്ഛൻ വിമോക്തും ആത്മാനം നാശക്നോ ഗ്രഹണാതുരഹാം. ശ്ലോകം 33. തം നിഗൃഹ്യാച്യുതോ ദ്വാർഭ്യാം പാദയിത്വാ മഹീതലേ പശ്യതാം ദിവി ദേവാനാം പശുമാരം അമാരയത്. തം നിഗൃഹ്യ അച്യുതഃ ദോർഭ്യാം. അച്യുതഃ കൃഷ്ണൻ, അച്യുതൻ ച്യുതിയില്ലാത്തവൻ, നാശരഹിതനായ അച്യുതൻ കൃഷ്ണൻ തം അവനെ വ്യോമാസുരനെ ദോർഭ്യാം കൈകൾ കൊണ്ട് നിഗൃഹ്യ പിടിച്ചിട്ട് മഹീതലെ ഭൂതലത്തിൽ പാതയിത്വ അടിച്ച് വീഴ്ത്തി. അവനെ എന്ത് ചെയ്തു? കൃഷ്ണൻ കൈകൾ കൊണ്ട് പിടിച്ച് ഭൂമിയിൽ വീഴ്ത്തിയിട്ട ശേഷം ദിവി ആകാശത്തിൽ പശ്യത നോക്കി നിൽക്കുന്ന ദേവാനാം ദേവന്മാരുടെ മുമ്പാകെ പശുമാരം പശുവിനെ കൊല്ലുന്നത് പോലെ അമാരയത് കൊന്നു. വ്യോമാസുരനെ ഒരു യാഗപശുവിനെ കൊല്ലുന്നത് പോലെ ഞെക്കിക്കൊന്നു. ദേവന്മാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകാശത്തിൽ ദേവന്മാർ നോക്കിക്കൊണ്ടിരിക്കുകയെ ഭഗവാൻ എന്ത് ചെയ്തു? അവനെ ഞെക്കിക്കൊല്ലുകയാണ്. 2 കൈകൾ കൊണ്ടും യജ്ഞപശുവിനെ കൊല്ലുന്നത് പോലെ ഞെക്കിക്കൊന്നു. അമാരയത് കൊന്നു. തം നിഗൃഹ്യാച്യുതോ ദോർഭ്യാം പാദയിത്വാ മഹീതലേ പശ്യതാം ദിവി ദേവാനാം പശുമാരം അമാരയത്. ശ്ലോകം 34. ഗുഹാപിധാനം നിർഭിദ്യ ഗോപാൻ നിസാര്യ കൃച്ഛ്രതഃ സ്തൂയമാനസുരൈർ ഗോപൈ പ്രവിവേശ സ്വഗോകുലം.
ഗുഹാഭിധാനം നിർഭിദ്യ ഗോപാൻ നിസാര്യ കൃച്ഛ്രതഃ സ്തൂയമാനഃ സുരൈഃ ഗോപൈഃ പ്രവിവേശ സ്വഗോകുലം. ഗുഹാഭിധാന, ഗുഹയുടെ ആ മറവിനെ, അതായത് ഗുഹ അടച്ചിട്ടിരുന്ന കല്ലിനെ നിർഭിദ്യ പൊട്ടിച്ചിട്ട്, കുത്തിപ്പൊട്ടിച്ച്, അപ്പോൾ ഇവനെ കൊന്നിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ ആ ഗുഹയിൽ ചെന്നു. ഗുഹയെ കല്ലുകൊണ്ട് അടച്ചു വെച്ചിരിക്കുകയല്ലേ, ആ ഗുഹയിലെ ആ കല്ലിനെ പൊട്ടിച്ച് കൃച്ഛ്രത, സങ്കടത്തിൽ നിന്ന് ഗോപന്മാരെ നിസ്സാര്യ കടത്തി വിട്ടിട്ട്, അതായത് ഗോപന്മാരെ ആ ഗുഹയിൽ നിന്ന് പുറത്ത് കൊണ്ടുവന്നിട്ട് സുരൈഹി ദേവന്മാരാലും ഗോപന്മാരാലും സ്തൂയമാന സ്തുതിക്കപ്പെട്ടവനായി സ്വഗോകുലം തൻ്റെ ഗോകുലത്തെ പ്രവേശിച്ചു. അപ്പോൾ ഭഗവാൻ വ്യോമാസുരനെ കൊന്നതിന് ശേഷം ഗോപന്മാരെ അവൻ അടച്ചിട്ടിരുന്ന ഗുഹയിൽ ചെന്നു. അവിടെ ചെന്ന് ആ കല്ലിനെ പൊട്ടിച്ച് ഗോപന്മാരെയൊക്കെ പുറത്തിറക്കി. അപ്പോൾ ദേവന്മാർ ഭഗവാനെ സ്തുതിച്ചു, അതുപോലെ തന്നെ ഗോപന്മാരും സ്തുതിച്ചു. അങ്ങനെ ആ എല്ലാവരുടെയും ദുഃഖത്തെ നശിപ്പിക്കുന്ന ഭഗവാൻ എല്ലാവരെയും രക്ഷിച്ചു. എന്നിട്ട് എല്ലാവരും കൂടി ഗോകുലത്തിലേക്ക് പോവുകയും ചെയ്തു. അതാണ് പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാവരുടെയും ആ ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന ഗോവിന്ദൻ ഗോപന്മാരുടെ ദുഃഖത്തെ ഇല്ലാതാക്കി ദേവന്മാരാൽ സ്തുതിക്കപ്പെട്ട് ഗോപന്മാരാൽ സ്തുതിക്കപ്പെട്ട് ഗോകുലത്തിലേക്ക് പോയി. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർദ്ധേ വ്യോമാസുരവധോ നാമ സപ്തത്രിംശത്തമോധ്യായഃ സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.